അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എവർക്കും മദ്രസ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മദ്രസയുടെ 2025 അർദ്ധവാർഷിക പരീക്ഷയുടെ താരീഖ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നാം പരിശോധിക്കുന്നത്. ചോദ്യങ്ങൾ 6 സെക്ഷനുകളിലായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ചർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. സെക്ഷൻ 1 യോജിപ്പിക്കാം. ഇവിടെ 6 ചോദ്യങ്ങളും 6 ഓപ്ഷൻസുകളും കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻസിൽ നിന്നും ശരിയായ ഉത്തരം വിട്ട ഭാഗത്ത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ചോദ്യം 1 മക്ക വിജയം. ഉത്തരം ഹിജ്റ 8-ാം വർഷം. പാഠപുസ്തകത്തിലെ 16-ാം പേജിലെ 3-ാം വരിയിൽ ഉത്തരം കാണാം. ചോദ്യം 2 ഖുറൈശികളുടെ സഖ്യകക്ഷി. ഉത്തരം ബനൂ ബക്കർ. പാഠപുസ്തകത്തിലെ 16-ാം പേജിലെ 5-ാം വരിയിൽ ഉത്തരം കാണാം. ചോദ്യം 3 മുസ്ലിങ്ങളുടെ സഖ്യകക്ഷി. ഉത്തരം ഖുസാഅ. പാഠപുസ്തകത്തിലെ 16-ാം പേജിലെ 4-ാം വരിയിൽ ഉത്തരം കാണാം. ചോദ്യം 4 ഖൈബർ ഉപരോധം. ഉത്തരം ഹിജ്റ 7-ാം വർഷം. പാഠപുസ്തകത്തിലെ 14-ാം പേജിലെ 7-ാം വരിയിൽ ഉത്തരം കാണാം. ചോദ്യം 5 ഹുദൈബിയ്യ. ഉത്തരം ഹിജ്റ 6-ാം വർഷം. പാഠപുസ്തകത്തിലെ 11-ാം പേജിലെ 1-ാം വരിയിൽ ഉത്തരം കാണാം. ചോദ്യം 6 കിടങ്ങി കീറിയ സ്വഹാബികൾ. ഉത്തരം 3000. പാഠപുസ്തകത്തിലെ 9-ാം പേജിലെ 11-ാം വരിയിൽ ഉത്തരം കാണാം. 1-ാം സെക്ഷനും പൂർത്തിയായി 2-ാം സെക്ഷനിലേക്ക് പ്രവേശിക്കുകയാണ്. പൂർത്തിയാക്കാം. ചോദ്യം 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും മക്കയിൽ നിന്ന് 50 മൈൽ അകലെയുള്ള ഉത്തരം ഹുദൈബിയയിൽ ഇറങ്ങി. പാഠപുസ്തകത്തിലെ 11-ാം പേജിലെ 5-ാം വരിയിൽ ഉത്തരം കാണാം. ചോദ്യം 2 ഖന്തഖിൽ ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ ഉത്തരം അഹ്സാബ് എന്നും പേരുണ്ട്. പാഠപുസ്തകത്തിലെ 9-ാം പേജിലെ 9-ാം വരിയിൽ ഉത്തരം കാണാം. ചോദ്യം 3 1600 സ്വഹാബികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തരം ഖൈബറിലേക്ക് പുറപ്പെട്ടു. പാഠപുസ്തകത്തിലെ 14-ാം പേജിലെ 6-ാം വരിയിൽ ഉത്തരം കാണാം. ചോദ്യം 4 വഖുൽ ജാ അൽ ഹഖു വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില. ഉത്തരം കാന സഹൂഖ. പാഠപുസ്തകത്തിലെ 17-ാം പേജിലെ 14-ാം വരിയിൽ ഉത്തരം കാണാം. 2-ാം സെക്ഷനും പൂർത്തിയായി 3-ാം സെക്ഷനിലേക്ക് പ്രവേശിക്കുകയാണ്. ഉത്തരം എഴുതാം. ചോദ്യം 1 മക്ക വിജയത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഉത്തരം മുശ്രിക്കുകളുടെ അധീനതയിൽ നിന്ന് പരിശുദ്ധ കഅബ മോചിതമായ ദിവസം മക്ക വിജയത്തിൻ്റെ പ്രത്യേകതയാണ്. പാഠപുസ്തകത്തിലെ 16-ാം പേജിലെ 1-2 വരികളിൽ ഉത്തരം കാണാം. ചോദ്യം 2 ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഉദ്ദേശ്യം എന്തായിരുന്നു? ഉത്തരം ആത്മരക്ഷയാണ് ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഉദ്ദേശ്യം. പാഠപുസ്തകത്തിലെ 3-ാം പേജിലെ 6-ാം വരിയിൽ ഉത്തരം കാണാം. ചോദ്യം 3 മുസ്ലിംകളും മക്ക മുശ്രിക്കുകളും തമ്മിൽ ബദറിൽ വെച്ച് യുദ്ധം നടന്നത് എന്നാണ്? ഉത്തരം ഹിജ്റ 2-ാം വർഷം റമളാനിൽ. പാഠപുസ്തകത്തിലെ 5-ാം പേജിലെ 5-ാം വരിയിൽ ഉത്തരം കാണാം. ചോദ്യം 4 ഉഹദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംഭവിച്ചത് എന്താണ്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിരസ്സിന് മുറിവേൽക്കുകയും മുൻപല്ല് പൊട്ടുകയും ചെയ്തു. ഉത്തരം പാഠപുസ്തകത്തിലെ 8-ാം പേജിലെ 2-ാം വരിയിൽ ഉത്തരം കാണാം. ചോദ്യം 5 ഉഹദ് യുദ്ധം ഉണ്ടായത് എന്നാണ്? ഉത്തരം ഹിജ്റ 3-ാം വർഷം ശവ്വാൽ മാസം 15-നാണ് ഉഹദ് യുദ്ധമുണ്ടായത്. പാഠപുസ്തകത്തിലെ 8-ാം പേജിലെ 3-ാം വരിയിൽ ഉത്തരം കാണാം. 3-ാം സെക്ഷനും പൂർത്തിയായി 4-ാം സെക്ഷനിലേക്ക് പ്രവേശിക്കുകയാണ്. എണ്ണം എഴുതാം. ചോദ്യം 1 ഖൈബറിൽ ഷഹീദായവർ. ഉത്തരം 15 പേർ. പാഠപുസ്തകത്തിലെ 14-ാം പേജിലെ 12-ാം വരിയിൽ ഉത്തരം കാണാം. ചോദ്യം 2 ഖൈബറിൽ കൊല്ലപ്പെട്ട യഹൂദികൾ. ഉത്തരം 93. പാഠപുസ്തകത്തിലെ 14-ാം പേജിലെ 12-ാം വരിയിൽ ഉത്തരം കാണാം. ചോദ്യം 3 ഉഹദിൽ ഷഹീദായവർ. ഉത്തരം 70 സ്വഹാബികൾ. പാഠപുസ്തകത്തിലെ 8-ാം പേജിലെ 1-ാം വരിയിൽ ഉത്തരം കാണാം. ചോദ്യം 4 ബദറിൽ ഷഹീദായവർ. ഉത്തരം 14 പേർ. പാഠപുസ്തകത്തിലെ 6-ാം പേജിലെ 1-ാം വരിയിൽ ഉത്തരം കാണാം.
4-ാം സെക്ഷനും പൂർത്തിയായി 5-ാം സെക്ഷനിലേക്ക് പ്രവേശിക്കുകയാണ്. വ്യക്തമാക്കാം. ചോദ്യം 1. ഹുദൈബിയ കരാറിലെ വ്യവസ്ഥകളിൽ 3 ഉത്തരം. പാഠപുസ്തകത്തിൽ കൊടുത്ത വ്യവസ്ഥകൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അവയിൽ നിന്ന് 3 മാത്രം തിരഞ്ഞെടുത്ത് എഴുതുക. 5-ാം സെക്ഷനും പൂർത്തിയായി 6-ാം സെക്ഷനിലേക്ക് പ്രവേശിക്കുകയാണ്. പേര് എഴുതാം. ചോദ്യം 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംബന്ധിച്ച യുദ്ധം. ഉത്തരം ഗസ്വത്ത്. പാഠപുസ്തകത്തിലെ 4-ാം പേജിലെ 4-ാം വരിയിൽ ഉത്തരം കാണാം. ചോദ്യം 2. മക്ക വിജയത്തിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു കയറിയ കുതിര. ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബൈളാ എന്ന കുതിര. പാഠപുസ്തകത്തിലെ 16-ാം പേജിലെ 13-ാം വരിയിൽ ഉത്തരം കാണാം. 6-ാം സെഷനും പൂർത്തിയായി. നമ്മുടെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും തുടരും. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുമെന്ന പ്രതീക്ഷയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.